കോഴിക്കോട് എരഞ്ഞിപ്പാലത്ത് സ്കൂട്ടർ ഓടയിലേക്ക് മറിഞ്ഞ് യുവാവിന് പരിക്ക്. ഒളവണ്ണ സ്വദേശി നിസാറിനാണ് പരിക്കേറ്റത്. മാനാഞ്ചിറ മലാപ്പറമ്പ് റോഡിൽ നിർമ്മാണം നടക്കുന്ന ഓടയിലേക്കാണ് വീണത്. വിഷ്ണു ശർമ്മയുണ്ട്. വിഷ്ണു, നമ്മൾ ആ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് കൂടുതൽ മനസ്സിലാകുന്നത്? റാഷിദ്, ഏകദേശം ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് ഈ അപകടം സംഭവിക്കുന്നത്. ഞാൻ ആ അപകടം നടന്ന സ്ഥലത്താണ് ഉള്ളത്. ഈ മനാഞ്ചിറ മലാപ്പറമ്പ് റോഡ് വികസനം ഏറെ നാളായി നടന്നുകൊണ്ടിരിക്കുകയാണ്. റോഡിൻ്റെ അറ്റകുറ്റപ്പണികളൊക്കെ നടക്കുകയാണ്. ഇതിനിടയിൽ ഓട നിർമ്മാണവും തകൃതിയായി നടക്കുന്നുണ്ട്. ഈ ഓട നിർമ്മാണത്തിലേക്ക്, ആ ഓടയിലേക്കാണ് ഈ ഒളവണ്ണ സ്വദേശിയായ നിസാർ വീഴുന്നത്. ആ CCTV ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. നിസാറിൻ്റെ സൈഡിൽ കൂടി വരുന്ന കാറ് ഇടതുവശത്തേക്ക് കയറാൻ ശ്രമിക്കുമ്പോൾ നിസാർ പെട്ടെന്ന് സ്കൂട്ടർ നിർത്തുകയാണ്. ആ നിർത്തിയതിൻ്റെ സമയത്ത് തന്നെ ഈ ഓടയിലേക്ക്, ഈ ഭാഗത്തേക്ക് വീഴുകയാണ് ഉണ്ടായത്. ഏകദേശം ഒരാൾ ഇറങ്ങി നിന്നാൽ പകുതിയോളം ആഴത്തിലാണ് ഈ ഓടയുള്ളത്. അത്രയും ആഴത്തിലാണ് ഈ ഓട നിർമ്മിച്ചിരിക്കുന്നത്. പക്ഷേ ഒരു തരത്തിലുള്ള മുന്നറിയിപ്പ് ബോർഡോ ഒരു തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളോ ഇവിടെ ഒരുക്കിയിട്ടില്ല. ഇരുചക്ര വാഹന യാത്രക്കാർക്ക് വലിയ അപകടം വരുത്തി വയ്ക്കുന്നതാണ്. തലനാരിഴയ്ക്കാണ് നിസാർ രക്ഷപ്പെട്ടത് എന്ന് പറയേണ്ടി വരും. നിസാറിന് കൈക്ക് ചെറിയ പരിക്കുണ്ട്. ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണുള്ളത്. ഏറെ നാളായി ഈ ഭാഗത്ത്, അതായത് ഈ നിർമ്മാണം നടക്കുന്ന റോഡിൽ പലയിടങ്ങളിലായി അപകടം സ്ഥിരമാകുന്ന, പതിവാകുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. റോഡിൻ്റെ പലയിടങ്ങളിലും വലിയ കുഴികൾ എടുത്തിട്ടുണ്ട്. അതൊന്നും കൃത്യമായ രീതിയിൽ അവിടെയൊന്നും മുന്നറിയിപ്പ് ബോർഡുകളോ ഒന്നും സ്ഥാപിച്ചിട്ടില്ല. അങ്ങനെ വലിയ വീഴ്ച ഈ റോഡിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഈ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നുണ്ട് എന്ന പരാതി നിലനിൽക്കുന്നുണ്ട്. അതിനിടെയാണ് ഇപ്പോൾ ഈ നിസാറിന് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചിരിക്കുന്നത്. നേരെ ഈ ഓടയിലേക്കാണ് വീഴുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഒരാൾ ഇറങ്ങി നിന്നാൽ ഏകദേശം പകുതിയോളം താഴ്ചയുണ്ട്. അത്തരത്തിൽ വലിയ ഓടയാണ് നിർമ്മിച്ചിരിക്കുന്നത്. സ്കൂട്ടർ ഭാഗ്യത്തിനാണ്, അല്ലെങ്കിൽ റോഡിൽ നിന്ന് നിസാറിനൊപ്പം ഓടയിലേക്ക് വീഴാതിരുന്നത്. അങ്ങനെയെങ്കിൽ അത് വലിയ അപകടത്തിലേക്ക് നീങ്ങുമായിരുന്നു. എന്തായാലും നിസാർ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ തന്നെയാണ് ഉള്ളത്. ഈ സമീപ പ്രദേശങ്ങളിൽ, അതായത് ഈ റോഡ് നിർമ്മാണം നടക്കുന്ന സമീപ പ്രദേശങ്ങളിലൊക്കെ സമാനമായ രീതിയിലുള്ള വലിയ ഓടകൾ നിർമ്മിക്കുന്നുണ്ട്. ആ ഓടകളുടെ സൈഡിലൊന്നും ഇത്തരത്തിൽ ഒരു തരത്തിലുള്ള മുന്നറിയിപ്പ് ബോർഡുകളോ ഒരു റിബൺ പോലും വലിച്ചു കെട്ടിയിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഈ ഏറ്റവും അപകടകരമായ കാര്യം എന്നുള്ളതാണ്. ഇപ്പൊ ഈ സംഭവം ഉണ്ടായി കഴിഞ്ഞ് ഇത് വാർത്തയാകുന്ന ഈ ഒരു ഘട്ടത്തിൽ പോലും അധികൃതരുടെ ഭാഗത്ത് നിന്ന് അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു തടസ്സം വെക്കാൻ, അതായത് ആ റോഡിലൂടെ പോകുന്ന വാഹനങ്ങൾക്ക് ഇപ്പോഴും ഭീഷണിയാണ് തൊട്ടടുക്കിൽ നിൽക്കുന്ന ഈ കുഴി, ഓട. അപ്പോൾ എന്തെങ്കിലും അവിടെ ഒരു ബാരിക്കേഡ് പോലുള്ള സംവിധാനം എന്തെങ്കിലും വെക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ഒരു യുവാവിൻ്റെ ജീവൻ സമാനമായ തരത്തിൽ PWയുടെ ഉത്തരവാദിത്തമുള്ള ഒരു ഓടയിൽ വീണുകൊണ്ട് കേരളത്തിൽ നഷ്ടപ്പെട്ടത്. അത് വലിയ വാർത്തയായി നമ്മൾ ആ വേദനയിൽ നിൽക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ മറ്റൊരാൾക്ക് പരിക്കേൽക്കുന്ന അവസ്ഥ കോഴിക്കോട് എരഞ്ഞിപ്പാലത്ത് നിന്ന് നമ്മൾ കാണുന്നത്. ഏതെങ്കിലും തരത്തിൽ അധികൃതർ ഈ വിഷയത്തിൽ ഇടപെടുന്ന ലക്ഷണമുണ്ടോ? അത്തരം വിവരങ്ങളുണ്ടോ വിഷ്ണു? നിലവിൽ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണവും ലഭ്യമല്ല. നേരത്തെ തന്നെ ഈ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട്, ഈ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനിടയിലെ അപകടങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ പരാതികൾ, ആക്ഷേപങ്ങളൊക്കെ ഉയർന്നിരുന്നു. പക്ഷേ ആ ഘട്ടത്തിലൊന്നും അധികൃതരുടെ ഭാഗത്തു നിന്ന് ഒരു തരത്തിലുള്ള ഇടപെടലും ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ PWD ആണ് ഈ റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കൊക്കെ മേൽനോട്ടം വഹിക്കുന്നത്. ആ PWയുടെ ഭാഗത്തു നിന്ന് പോലും ഒരു തരത്തിലുള്ള ഇടപെടലും ഉണ്ടായിട്ടില്ല. പല ഭാഗങ്ങളിലും, അതായത് മാനാഞ്ചിറ വെള്ളിമാട് കുന്ന് റോഡ് ഈ വികസനത്തിൻ്റെ വീതി കൂട്ടുന്നതിൻ്റെ ഭാഗമായി കുറേ നാളുകളായി ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഭാഗങ്ങളിലൊക്കെ സമാനമായ രീതിയിൽ വലിയ ഒരു അപകടം സംഭവിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. എന്തായാലും അത് തന്നെയാണ് പ്രധാനമായി ഈ നാട്ടുകാരൊക്കെ പറയുന്നത്. കാരണം പല സ്ഥലങ്ങളിലും ഈ അപകടം ഉണ്ടായിട്ടും ഒരു തരത്തിലും ഇടപെടുന്നു. ചേട്ടാ, ഈ അപകടം എപ്പോഴാണ് ഉണ്ടായത്? അപകടം ഏകദേശം ഒരു 12 മണിയോടുകൂടി ഉണ്ടായത്. പുള്ളിക്കാരൻ പെട്ടെന്ന് ഓടയിലേക്ക് വീഴുമായിരുന്നു അല്ലേ? അയാൾ പോയി ഇതാക്കി വന്ന് റോങ് സൈഡിൽ വന്നിട്ട് അങ്ങനെ ഇതായതാണ്, തട്ടി വീണത്. വലിയ പരിക്ക് സംഭവിക്കാത്തത് ഭാഗ്യം കൊണ്ടാണെന്ന്. ആ ഭാഗ്യം കൊണ്ടാണ് അയാൾ രക്ഷപ്പെട്ടത്. അയാൾ വികലാംഗം കൂടിയാണ്.
എന്തായാലും ഈ അപകടം സംഭവിച്ച നിസാറിന് കാലിന് ചെറിയ മുടന്തുകൂടി ഉണ്ടായിരുന്നു. ഭിന്നശേഷിക്കാരനാണ് എന്നുള്ളതാണ് ദൃക്സാക്ഷി പറയുന്നത്. അങ്ങനെ വലിയ ഒരു അപകടത്തിൽ നിന്ന് അല്ലെങ്കിൽ തലനാരിഴയ്ക്കാണ്, വലിയ പരിക്കുകളൊന്നും സംഭവിക്കാത്ത അദ്ദേഹം രക്ഷപ്പെട്ടതെന്ന് പറയേണ്ടി വരും. നിലവിൽ കൈക്ക് ചെറിയ പരിക്കുണ്ട്. ഈ വീണതിനെ തുടർന്ന് ആ പരിക്കുകളോടെ ആശുപത്രിയിൽ ചികിത്സയിലാണ് അദ്ദേഹം ഉള്ളത്. എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു തരത്തിലും അധികൃതരുടെ ഇടപെടൽ ഈ ഒരു ഭാഗത്ത് ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ ഈ ഒരു പരാതികളിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. റാഷിദ, യെസ്, ഇപ്പോഴും അപകടകരമായ അവസ്ഥയിലാണ് ആ ഓട അവിടെ നിൽക്കുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കുക. അധികൃതരുടെ ശ്രദ്ധയിലേക്കാണ് എന്തെങ്കിലും തരത്തിലുള്ള ഒരു തടസ്സം, ബാരിക്കേഡ് പോലുള്ള സംവിധാനങ്ങൾ, അറ്റ്ലീസ്റ്റ് ഒരു റിബൺ, നേരത്തെ വിഷ്ണു റിപ്പോർട്ട് ചെയ്ത പോലെ അവിടെ വലിച്ചു കെട്ടുകയെങ്കിലും വേണം, അല്ലെങ്കിൽ ഇനിയും വാഹനങ്ങൾക്ക് അത് ഭീഷണിയായി നിൽക്കുകയാണ് എന്നുള്ളതാണ്. കോഴിക്കോട്ട് ഏറ്റവും തിരക്കേറിയ റൂട്ടാണ്, എരഞ്ഞിപ്പാലത്ത് നിന്നുള്ള കാര്യമാണ് ഈ പറയുന്നത്. മാനാഞ്ചിറ മലാപ്പറമ്പ് റോഡിലാണ് ഈ സംഭവം എന്നുള്ളത് ഓർക്കുക.